ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. എന്നാലേ എനിക്കത് തിരുത്തി കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കിച്ചൺ എപ്പോഴും നമുക്ക് വൃത്തിയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു പ്ലേറ്റോ പേപ്പറോ അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ചെറിയ മുറ ഉണ്ടെങ്കിൽ അതോ വെക്കാട്ടോ. ഞാൻ ഈ ഒരു മുറയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. കാരണം ഇതൊരു കുഞ്ഞു മുറയാണ്, അതിലാകുമ്പം പുറത്തേക്ക് തെറിക്കൊന്നുമില്ല. ഈ ഒരു ചെറിയ മുറ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇതിലാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇടാറുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് സാധാരണ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കത് ഈ ഒരു വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കൗണ്ടർ ടോപ്പൊക്കെ നീറ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊരു ഇതേപോലെ ഒരു ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഹോൾഡറോ എന്തെങ്കിലും ഒന്ന് വെക്കുക. കാരണം നമ്മൾ കറി ഇളക്കുന്ന സമയത്ത് അതിൻ്റെ തവിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ സ്പൂണും ഒക്കെ വെക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെക്കുമ്പോൾ ആ ഒരു കറിയോ ഒക്കെ കൗണ്ടർ ടോപ്പിലാവുന്നതും അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ മുകളിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലകളൊക്കെ എടുക്കുമല്ലോ. സാധാരണയായിട്ട് നമ്മളെപ്പോൾ എടുക്കുന്നതാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതൊക്കെ നമ്മളെപ്പോൾ എടുക്കുന്ന മസാലകളാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള നമ്മളിപ്പോൾ മീനിൻ്റെ ഒരു മസാല പുരട്ടാനാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് മസാല പുരട്ടി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ എടുത്തിട്ട് ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിൻ്റെ ആ ഒരു ലിഡും നമ്മൾ ആ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്നതല്ലേ, നമ്മുടെ കയ്യിലുള്ള പൊടികളും ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ട് ഒരു കറ പോലെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ആ മൂടിയും ഇതൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ആ കണ്ടെയ്നേഴ്സ് നല്ല വൃത്തിയായിട്ടും നല്ല നീറ്റായിട്ടും ഉണ്ടാവും. പിന്നെ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഓരോ കറികളിലേക്കും ഉപ്പേരിയിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്താൽ അത് ആ ഒരു ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ എവിടെയാണോ വെക്കുന്നത് ആ ഒരു സ്റ്റാൻഡിലേക്ക് തന്നെ അപ്പം തന്നെ വെക്കാം. അതാകുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ സാധനങ്ങൾ നിറഞ്ഞു നിന്നിട്ടൊരു വൃത്തികേടായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ആ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ ഓയിൽ ബോട്ടിൽസൊക്കെ, അതും ഇതേപോലെ ആവശ്യം കഴിഞ്ഞതിൻ്റെ ശേഷം അതും തുടയ്ക്കാം. ഓയിൽ ബോട്ടിൽസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴയ തുണികൾ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഓയിൽഡ് ബോട്ടിൽസൊക്കെ തുടയ്ക്കുക കേട്ടോ. കാരണം നമ്മൾ സാധാ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടവൽസൊക്കെ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ട് ആ ഒരു ക്ലോത്ത് ഭയങ്കര വഴുവഴുപ്പ് പോലെ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പീസ് നമ്മൾ കുറച്ചെണ്ണം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ഓയിൽ ബോട്ടിൽസും നെയ്യിൻ്റെ ബോട്ടിലും ഒക്കെ ഉപയോഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലെ തുടച്ച് വെച്ചാൽ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഈ ക്ലോത്ത് നമുക്ക് ഒഴിവാക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഇടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. എപ്പോഴും നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുണി വെച്ചെങ്കിലും എന്തായാലും തുടച്ചിടണം. പിന്നത്തേക്ക് വെച്ചാൽ അതിലെന്തെങ്കിലും കറിയോ വെള്ളം എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറ്റി പിടിച്ചിട്ട് ഭയങ്കര പിന്നെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ ആ ഒരു സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുക. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള വോൾ ടൈൽ ഉണ്ടല്ലോ, അത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണും അവിടേക്ക് തെറിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തുടച്ച് പോവും. അത് അവിടെ നമ്മൾ തുടയ്ക്കാൻ വിട്ടു പോയാൽ ആ തെറിച്ചതൊക്കെ അവിടെ പറ്റി പിടിക്കും കേട്ടോ. അപ്പം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുക.
ഇനി അഥവാ കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കഴുകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. നമ്മൾ പിന്നെ ആവാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ സിങ്കിൽ പാത്രങ്ങൾ കൂട്ടി വെക്കരുത്. കാരണം നമ്മളിതൊക്കെ കഴിഞ്ഞ് പിന്നെയും കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണ് ഒട്ടും വൃത്തിയില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുക. കാരണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പാത്രങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വേറെ എന്ത് വൃത്തിയാക്കിയാലും നമ്മളുടെ അടുക്കള ഒരു ക്ലീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. അപ്പം കിച്ചൻ്റെ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇട്ട് വെക്കാതെ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കുക. പിന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ ഈ പാത്രം കഴുകുമ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടല്ലോ, അത് അപ്പം തന്നെ ഒഴിവാക്കുക. പിന്നെ നമ്മളത് കിച്ചണിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അതിലൊരു ചെറിയ ഒരു പ്രാണി വരും, ഇങ്ങനെ പാറി കളിക്കുന്ന ഒരു പ്രാണി ഉണ്ടല്ലോ, അത് വരും. അപ്പോൾ ഒരു വൃത്തികേട് പോലെയാണ് കിച്ചണിൽ ഉണ്ടാവുക. അപ്പോൾ അത് വേസ്റ്റൊക്കെ അപ്പം തന്നെ ഒഴിവാക്കിയിട്ട് ആ വേസ്റ്റ് ഇടുന്ന പാത്രവും നന്നായിട്ട് കഴുകിയിട്ട് അവിടെ വെക്കുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് വെക്കുക. ഈ കിച്ചൺ സിങ്ക് കഴുകി ആ ഒരു തിളക്കം വരുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഒരു കിച്ചണ് നമ്മൾ വൃത്തിയാക്കി ആ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ കിച്ചൺ സിങ്കൊക്കെ വൃത്തിയാക്കി ഇതേപോലെ കഴുകി ആ ഒരു തിളങ്ങുന്ന അത് കണ്ടാലാണ് നമുക്കൊരു വൃത്തിയായി എന്നുള്ളൊരു ഫീലിംഗ് വരാം കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. പിന്നെ കിച്ചൺ സിങ്ക് കഴുകിയതിൻ്റെ ശേഷം ഒന്നും കൂടി ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ ഏരിയ ഒക്കെ ഞാൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കും കേട്ടോ. കാരണം ഈ നമ്മൾ കഴുകിയ ഈ വെള്ളമൊക്കെ ചുറ്റിലുണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഈ ക്ലോത്ത് വെച്ച് നല്ലോണം തുടയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ സിങ്കിൻ്റെ ടാപ്പും ആ ഒരു വോൾട്ടൈലും ഒക്കെ ഇതേപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ കിച്ചൺ സിങ്കിൻ്റെ താഴെ മാറ്റ് ഞാൻ വിരിക്കാറുണ്ട്. കാരണം നമ്മൾ പാത്രം കഴുകുമ്പോൾ താഴേക്ക് വെള്ളം കുറച്ചൊക്കെ തെറിക്കല, അതിങ്ങനെ നമ്മൾ അവിടുന്ന് ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കിച്ചണിൽ മൊത്തം വൃത്തികേടാവും. അപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ തൊട്ട് താഴെ എന്തായാലും മാറ്റ് വിരിക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കൽ, സ്റ്റീലിൻ്റെ. അപ്പോൾ അതിൽ വെള്ളം കെറ്റി കഴിഞ്ഞാൽ എവിടെയാണോ പാത്രങ്ങളൊക്കെ വെക്കേണ്ടത് അവിടേക്ക് എല്ലാ പാത്രങ്ങളും എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കള ഒന്ന് അടിച്ച് വാരി തുടച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനി കാണാം. അതുവരെ ബൈ.